ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ലഡുവിൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കി നെയ്യിലേക്ക് നമുക്ക് ഒരു 2 കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറ് മാറാതെ കൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കിയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. തേങ്ങ അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ സിറപ്പും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഇപ്പോൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരി എല്ലാം കൂടെ ഉള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ഏലക്ക പൊടിച്ചതും 1/2 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂട് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയ ചൂടോട് തന്നെ നമുക്കിതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു ലഡുവിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.